अगर आप सूरज की तरह चमकना चाहते हो तो सूरज की तरह जलना सीखो। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। मैं हूं आपकी श्रीजा। मैं आज आपके लिए एक मज़ेदार टॉपिक लेके आई हूं। നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കോക്കനട്ട് ലേഡി ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കായിട്ട് ഇന്ന് ഞാനൊരു അടിപൊളി ടോപ്പിക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾക്ക് ഹിന്ദി വാക്കുകൾ നിസ്സാരമായി സിമ്പിളായി പഠിക്കാം. എങ്ങനെ പഠിക്കാം? വായിക്കണോ? വേണ്ട. കേൾക്കണോ? മൊത്തമായിട്ടൊന്നും കേൾക്കണ്ട. എന്നാൽ എഴുതി നോക്കണോ? അതും വേണ്ട. ഇതൊന്നും ചെയ്യാതെ നിങ്ങളെങ്ങനെ ഓരോ ദിവസം 5 വാക്കുകൾ 10 വാക്കുകൾ വെച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞു. അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് നോക്കിയാലോ? अरे जैसे कि आपने सुना कि बिना कोई झंझट के आप कैसे हिंदी के शब्दों को आसानी से सीख सकते हैं. यही है आज की टॉपिक. നമുക്ക് സിമ്പിളായിട്ട് ഒന്നും എഫേർട്ട് എടുക്കാതെ, ഒരുപാട് എഫേർട്ട് എടുക്കാതെ നമ്മൾ ഹിന്ദി വാക്കുകൾ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മൾ പഠിക്കുക, പഠിക്കുക എന്നുള്ള വാക്ക് വായിക്കുക എന്നുള്ളതാണ്. പഠന, വായിക്കുക, ചലന, നടക്കുക, അങ്ങനെ നമ്മൾ വാക്കുകൾ പഠിക്കാറുണ്ട്, ബൈ ഹാർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഒരു വാക്ക് മാത്രമായിട്ട്, അല്ലെ ഒരു 5 വാക്ക് അല്ലെ 10 വാക്ക് മാത്രമായിട്ട് അതിൻ്റെ മീനിങ് അറിഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യൂസേജും ഒരേ രീതിയിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു വേറെ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരൊറ്റ രീതിയിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ നമുക്കറിയത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ വാക്കുകൾ പഠിക്കാം അല്ലേ? ഈ വായിക്കാതെ, അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റൊക്കെ നല്ലതാണ്, പക്ഷേ വൊക്കാബുലറി നന്നാക്കാൻ റീഡിങ് ഹാബിറ്റ് നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു വാക്കുകൾ സിമ്പിളായിട്ട് നമ്മൾ ഹിന്ദി വാക്കുകൾ എങ്ങനെ പഠിക്കാമെന്നുള്ളത് നമുക്ക് പറയാം. അതായത് ഏറ്റവും സിമ്പിൾ ഒറ്റ മാർഗ്ഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഒറ്റ മാർഗ്ഗം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി വാക്കുകൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് ഹിന്ദി അല്ലെ മലയാളം, നമ്മുടെ സ്വന്തം ലാംഗ്വേജ്, മദർ ടങ്ങിൽ ഓരോ വാക്കുകൾ എങ്ങനെയാണ് പറയാൻ തുടങ്ങുന്നത് അല്ലേ? അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇന്നത് നടക്കാൻ, അല്ലെ അമ്മ കഴിക്കാൻ താ എന്നൊക്കെ ഉള്ളത് ആരും പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. പക്ഷെ കുട്ടികൾ തനിയെ പറയാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ്? അവർ കേട്ട് പഠിച്ചതാണല്ലേ. പലപ്പോഴായിട്ട് നമ്മൾ കഴിക്കാൻ തരട്ടെ, മോനെ കഴിക്കാൻ തരട്ടെ, അല്ലെ മോളെ കഴിക്കാൻ തരട്ടെ, അപ്പോൾ കഴിക്കാൻ എന്ന് പറഞ്ഞാലാണ് ഫുഡ് കിട്ടുക എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. അത് പല തവണ കേൾക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുക അല്ലേ? तो दोस्तों, मैं आज आप लोगों को ये बात बताना चाहूँगी कि रिपीटेड होकर एक बात को आपको सुननी चाहिए. अगर एक आप कहानी सुन रहे हो तो वो उस कहानी को लगातार आप 1, 2, 3 बार, नहीं तो 5, 6 बार, एक हफ्ता पूरा सुनो, बार सुनो, तो क्या होगा? അതെ, നിങ്ങളൊരു കഥ റിപ്പീറ്റഡായിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് എന്താ പറ്റുന്നത്? ആ കഥയ്ക്കകത്തുള്ള ഹോൾ വേർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തത്, ആ വേർഡ്സ് നമുക്ക് കേട്ട് മനസ്സിലാവും. ഓ, ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാവും. അത് ബൈ ഹാർട്ടാവും. നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബൈ ഹാർട്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ മനസ്സിലത് തറവാവുകയാണ്. എന്തുകൊണ്ട്? നമ്മളല്ല എഫേർട്ട് എടുക്കുന്നില്ല. നമ്മൾ ടെൻഷൻ എടുത്തു, അയ്യോ ഇന്ന വാക്ക്, എനിക്ക് ഈ ഹിന്ദി പഠിക്കണേ, ഞാൻ ഈ വാക്കുകളൊക്കെ അറിഞ്ഞാലേ ഡെയിലി യൂസേജിനുള്ള വാക്കുകൾ ഇന്നതൊക്കെയാണ്, എന്തുണ്ട് വിശേഷം, എന്നാക്കെയുണ്ട്, കേസേ ഹോ, ഇതെല്ലാം ഹിന്ദി വാക്കുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിലും കേട്ട് പഠിക്കുന്നതാണ് ഏറ്റവും യൂസ്ഫുൾ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. आप लोगों को बस इतना ही करना है. अपनी मनपसंद कहानी हो या फिल्म हो या सीरियल हो या फिर किसी की भाषण भी हो, എന്തെങ്കിലും ആവട്ടെ, ഇതുപോലത്തെ എന്തും ആവട്ടെ, आप लोग लगातार सुनते रहो. 1 हफ्ते के लिए सही, 1 महीने के लिए सही, सुनते रहो और उसको बाय हार्ट करो. ആ ഒരു ഇത് കേട്ട് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ആ ഒരു ഭാഷണമാണെങ്കിലും, ഒരു സ്പീച്ചാണെങ്കിലും, ഒരു കഹാനിയാണെങ്കിലും, ഒരു സിനിമയാണെങ്കിലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത വേർഡ്സ് എങ്കിലും നമ്മൾ ബൈ ഹാർട്ടഡ് ആവും. നമ്മൾ അറിയാതെ തന്നെ അത് നമ്മുടെ മനസ്സിൽ തറവാവുകയാണ്. അതിനുശേഷം ഒരു വീക്ക് ഒരെണ്ണം തന്നെ കേട്ടു, അപ്പോൾ അതിൻ്റെ അകത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ടായി. നെക്സ്റ്റ് വീക്ക് അടുത്ത ടോപ്പിക് അല്ലെ ഒരു സ്പീച്ച് എടുക്കാം. ഇന്ന് ഈ ആഴ്ച നിങ്ങളൊരു സിനിമയാണ് കണ്ടെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ റിപ്പീറ്റഡായിട്ട് ഒരു സ്പീച്ച് കേൾക്കുക.
അത് കേട്ടാൽ അതിൻ്റെ അകത്തു നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ വാക്കുകൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു സ്ട്രെയിൻ കൊടുക്കാതെ, അയ്യോ എനിക്ക് ഹിന്ദി പഠിക്കണം എന്നുള്ളൊരു ടെൻഷൻ കൊടുക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഹിന്ദി വാക്കുകൾ തറവാക്കാം. മനസ്സിലായോ കൂട്ടുകാരെ? ये आपके लिए एक सिंपल सा तरीका है जो आप लोग शब्दों को आसानी से बिना कोई झंझट के, बिना कोई एफर्ट के आप सीख जाओगे. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അല്ലേ, നിങ്ങൾക്ക് ഒരു പ്രഷർ കൊടുക്കുക, നിങ്ങളിൽ തന്നെ ഒരു അയ്യോ എനിക്കൊരു പഠിക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ടെൻഷൻ കാരണം നമുക്ക് ചിലപ്പം പഠിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു എഫേർട്ടും കൊടുക്കാതെ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിലൂടെ നിങ്ങൾക്ക് വാക്കുകൾ തറവാവുകയാണ്, അതിൻ്റെ യൂസേജസ് ഒക്കെ തറവാവുകയാണ്. तो दोस्तों मुझे लगता है कि आप लोग को ये समझ में आ गया, आप लोग को ये बहुत यूज़फुल होगा. ट्राई करके देखना और ज़रूर कमेंट बॉक्स में कैसा लगा ये भी बताना. കൂട്ടുകാരെ, ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് ഉറപ്പായിട്ടും ഈ വീഡിയോയിന് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ.